ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. ഇനിയും എൻ്റെ അപ്കമിങ് വീഡിയോസും നിങ്ങൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തുടങ്ങാം. ഇന്ന് നമ്മളൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എല്ലാവരും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കന്. അതായത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ വേവിച്ചതിന് ശേഷം അതെടുത്തിട്ട് നമ്മൾ ബോണില്ലാതെ സെപ്പറേറ്റ് ചെയ്ത് ഇതായിട്ട് കഷ്ണങ്ങളായിട്ട് മാത്രം എടുത്തു. അതിനുശേഷം നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ ചിക്കൻ ഇട്ടിട്ട് നമുക്കിനി ചിക്കൻ ഒന്ന് മസാല കൂട്ടൊക്കെ ഇടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, പെപ്പർ പൗഡറൊക്കെ ചേർത്ത് ഒന്ന് ക്രിസ്പാക്കി എടുത്തു. അതിനുശേഷം നമ്മൾ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണയിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് അധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്രിസ്പ് ആകുമ്പോഴത്തേക്കിന് നല്ലൊരു ടേസ്റ്റാണ്, ഫ്ലേവറാണ് വിടുന്നത്. അപ്പം വെളുത്തുള്ളിയുടെ കൂടെ ഒരു ചെറിയ ഉള്ളി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കായപ്പൊടിയും ഉപ്പും കൂടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് എടുക്കണം, ഒന്ന് ജസ്റ്റ് ക്രിസ്പാവുന്ന വരെ. അതിനുശേഷം നമ്മൾ ആ ക്രിസ്പായ ഇതിലേക്ക് നമ്മൾ 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക, ഒന്ന് മുട്ടയിലേക്ക് ഉപ്പെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ മുട്ട ചിക്കാറില്ലേ, അതുപോലെ ഇതും ചിക്കിയെടുക്കണം. മുട്ടയെല്ലാം കൂടെ നന്നായിട്ട് ചിക്കിയെടുക്കണം. അതിനുശേഷം ഈ ചിക്കിയ മുട്ടയിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ ക്രിസ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് എടുത്തതിന് ശേഷം നന്നായിട്ട് ആ മസാലയെല്ലാം എല്ലായിടത്തും പിടിച്ചതിന് ശേഷം നമ്മൾ അരി ഇട്ട് കൊടുക്കണം, അതായത് ചോറ്. ഞാനിപ്പോൾ ഇവിടെ ബാസ്മതി റൈസ് കുക്കറിനകത്ത് വേവിച്ചതാണ് കേട്ടോ, അതാണ് എടുത്തിരിക്കുന്നത്. ഏത് റൈസ് വേണേലും എടുക്കാം. തിളപ്പിച്ചൂറ്റിയ ചോറാണേലും കുഴപ്പമില്ല, അല്ലാതെ ഏത് റൈസാണേലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടെ എടുത്ത് നന്നായിട്ട് ഇനി യോജിപ്പിക്കുക. നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ചേർത്തിട്ട്, ഉപ്പ് നിങ്ങൾ നോക്കണം കേട്ടോ, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് നോക്കിയിടുക. എന്നിട്ട് ഈ ചോറെല്ലാം എടുത്ത്, ഇപ്പം കുക്കറിൽ വെച്ചുകൊണ്ട് ഇത് കുറച്ച് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്, അതെല്ലാം ഒന്ന് ഉടച്ച് എടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് എല്ലാം യോജിപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിരിക്കുന്നു.